1.5 വർഷമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. വെറും 1.5 വർഷം. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് 13 കൊല്ലം നിങ്ങൾ ഒരാൾക്ക് അവസരം കൊടുത്തിട്ട് എന്തുണ്ടായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല, ആദ്യം കിട്ടിയ വണ്ടിക്ക് വടകരയ്ക്ക് വിട്ടു. അല്ലേ? അങ്ങനെയല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത്? അങ്ങനെയല്ലേ ആ കാലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവുന്നത്? 10 കൊല്ലം മുനിസിപ്പാലിറ്റി ഒരു കൂട്ടർക്ക് അവസരം കൊടുത്തു. ഇവരുടെ എല്ലാം ധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ വാങ്ങുന്നത് പോലെയാണ്. ഞങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന ആ അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനി 1.5 വർഷമേ ഉള്ളൂ. 1.5 വർഷം ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഈ കണ്ട കാലം അത്രയും UDF-നും BJP-ക്കും വോട്ട് ചെയ്തവരോട് പറയുന്നു, ഒരവസരം നിങ്ങൾ ഞങ്ങൾക്ക് നൽകൂ. 1.5 വർഷത്തേക്കൊരവസരം നൽകൂ. ഈ പാലക്കാടിനെ എങ്ങനെ മാറ്റാം എന്ന് അടുത്ത 1.5 വർഷം കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. ഡോക്ടർ സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ മാറ്റാമെന്ന്. വട്ടിയൂർക്കാവിൽ വാനാവൂർ ഇവിടെ ഇരിപ്പുണ്ട്. വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തതാണ്. 1.5 കൊല്ലം മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഇതുപോലെയായിരുന്നു. 2 വലിയ മഹാമേരുക്കൾ, അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി അടിച്ചു കയറി, അദ്ദേഹം ജയിച്ചു വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ജയിച്ചത്. എന്താ കാരണം? 1.5 കൊല്ലം കൊണ്ട് വട്ടിയൂർക്കാവുകാർക്ക് മനസ്സിലായി എങ്ങനെ വട്ടിയൂർക്കാവിനെ മാറ്റാനാവും. അതിന് കഴിവുള്ള കെൽപ്പുള്ള ചെറുപ്പക്കാരൻ, ഗവൺമെന്റിന്റെ പിന്തുണ അതിനുണ്ട്. ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ഒരു MLA, ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന MLA വന്നാൽ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മുമ്പിൽ അത് തെളിയിച്ച് കാണിക്കേണ്ടത്. എങ്ങനെയാണ് ഈ പാലക്കാടിന് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുക എന്ന് ഞങ്ങൾ തെളിയിച്ച് കാണിക്കും. അതിനുള്ള അവസരം വേണം. അതിനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ ഡോക്ടർ സരിൻ തിരഞ്ഞെടുക്കപ്പെടണം, MLA ആയി ജയിക്കണം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അത് മാത്രമാണ്. 1.5 വർഷത്തൊരവസരം നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? വെറും 1.5 വർഷത്തെ അവസരം. ആ 1.5 വർഷത്തെ അവസരം പാലക്കാടിനെ മാറ്റിമറിക്കാനുള്ള അവസരമായിരിക്കും. ഇതാ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ്. ഈ LDF ഗവൺമെന്റാണ്, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റാണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 3000 കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുത്തത്. വരാൻ പോകുന്നു എന്നല്ല, വന്നു കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടി. 10,000 പേർക്ക് നേരിട്ട് തൊഴിൽ. ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് പാലക്കാട് നഗരത്തിന്റെ മുഖച്ഛായ മാറാൻ പോവുകയാണ് ഈ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുമ്പോൾ. അപ്പോ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഗവൺമെന്റിനൊപ്പമുള്ള ഒരു MLA ഈ പാലക്കാട്ട് നിന്നുണ്ടാവണം. പിന്നെ പഴയ പാലക്കാടല്ല, ഒരു പുതിയ പാലക്കാടായിരിക്കും ഉണ്ടാവുക. കേരളമാകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്കൊപ്പം പാലക്കാടിന് എത്താൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെ BJP-യും കോൺഗ്രസും MLA ആയും മുനിസിപ്പാലിറ്റിയിലേക്കും തുടർച്ചയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ്. അതാണ് ഈ പാലക്കാടിന്റെ ശാപം. നോക്കൂ, ഇപ്പൊ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാത വരികയാണ്. 45 മീറ്ററിൽ അതിവിശാലമായ ദേശീയപാത കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഏറെക്കുറെ പണി പൂർത്തിയായി. 2025 അവസാനമാകുമ്പോൾ പൂർണ്ണമായും പണി പൂർത്തിയാവും. 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്ന നേട്ടമാണോ? 6 മണിക്കൂർ കൊണ്ട് ആ നേട്ടം വരികയാണ്. മലയോര ഹൈവേ ഉണ്ടാകുന്നു, അപ്പുറത്ത് തീരദേശ ഹൈവേ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം പാലക്കാടിന് വളരാൻ കഴിയണ്ടേ? ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രാ ദൂരം 1.5 മണിക്കൂറായിട്ട് കുറയും. യാത്രാ സമയം. ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ് പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക്. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കോഴിക്കോട്ടെത്താം. ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. അതേപോലെയല്ലേ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം? ക്ഷേമപ്രവർത്തനങ്ങളിൽ 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വെച്ച് കേരളം പെൻഷൻ കൊടുക്കുന്നത്. എത്രയാ? 11,000 കോടി ഒരു കൊല്ലം പെൻഷന് കേരളം ചെലവാക്കുകയാണ്. 11,000 കോടി. നമ്മൾ 1600 പെൻഷൻ കൊടുക്കുമ്പോൾ മോഡി കൊടുക്കുന്ന പെൻഷൻ 200. എത്ര പേർക്ക്? 8 ലക്ഷം പേർക്ക്. നമ്മൾ കൊടുക്കുന്നത് മോഡി കൊടുക്കുന്നതിന്റെ 8 ഇരട്ടി പെൻഷൻ. എത്ര പേർക്ക്? 62 ലക്ഷം പേർക്ക്.
ഇതാണ് രണ്ട് ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. വീടിന്റെ കാര്യം എടുത്താലോ, വീടിന്റെ കാര്യം എടുത്താൽ 5,15,000 പേർക്കാണ് വീട് വെക്കാൻ ഈ ഗവൺമെന്റ് പൈസ കൊടുത്തത്. ഈ പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 4,040 വീടുകൾ പണി പൂർത്തിയാക്കി കഴിഞ്ഞു. 4,040 വീട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 ലക്ഷം എത്രയായി? 1,680 കോടി. 1,680 കോടി ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ലൈഫ് പദ്ധതിക്ക് കീഴിൽ വീട് വെക്കാൻ ചെലവഴിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് ഓർക്കണം. 16,000 കോടി രൂപയുടെ 16,000 കോടി രൂപയാണ് കേരളത്തിൽ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഈ ഗവൺമെന്റ് ചെലവഴിച്ചത്. ഇങ്ങനെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് പിന്നിൽ നിന്നുള്ള കുത്ത്. ആരുടെ കുത്ത്? മോഡിയുടെ കുത്ത്, ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും കുത്ത്. രണ്ടു കൂട്ടരും നമ്മളെ കുത്തുകയാണ്. അതിനെയെല്ലാം നേരിട്ടാണ് സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളുമായി, ഇന്ത്യയിലെ മറ്റൊരു സർക്കാരും നടപ്പിലാക്കാത്ത വികസന പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ LDF ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ LDF ഗവൺമെന്റിന്റെ നായകനാണ്, രാജ്യം ഉറ്റുനോക്കുന്ന ബദൽ നയങ്ങളുടെ നായകനാണ് സഖാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു മുഖ്യമന്ത്രി എന്നല്ല അർത്ഥം. രാജ്യത്തിന് വേറൊരു വഴി കാണിച്ചു കൊടുക്കുന്ന ബദൽ നയങ്ങളുടെ നായകൻ എന്നാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ LDFന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ബദൽ നയങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പല കാര്യവും ജനങ്ങൾ അറിഞ്ഞു കാണില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ അവർ ഈ നല്ല കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ പാലക്കാടിന്റെ നഗരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇത് 2 ആഴ്ച മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിന് ഒരു പുരസ്കാരം കിട്ടിയത്. തിരുവനന്തപുരം നഗരത്തിന് അന്താരാഷ്ട്ര പുരസ്കാരം. ആരുടെ? ഐക്യരാഷ്ട്രസഭയുടെ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് അവാർഡ് തിരുവനന്തപുരത്തിന് കിട്ടി. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ വാർത്തയായിരുന്നു കേട്ടോ, ഒരു കൊച്ചു വാർത്ത. ആ അവാർഡിന്റെ പ്രത്യേകത എന്താ? തിരുവനന്തപുരത്തിനൊപ്പം ആ അവാർഡ് കിട്ടിയ മറ്റ് 2 നഗരങ്ങൾ ഏതാന്ന് നോക്കണം. ഒന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ, 2 ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ, ലോകകപ്പ് നടന്ന സ്ഥലം ദോഹ. ഈ 2 നഗരങ്ങൾക്കാണ് തിരുവനന്തപുരത്തിനൊപ്പം UN ഷാങ്ഹായ് അവാർഡ്, UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് അവാർഡ് കിട്ടിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കേണ്ട ഒരു നേട്ടമായിരുന്നില്ലേ? അല്ലേ? മലയാളികൾക്കെല്ലാം അഭിമാനകരമായ നേട്ടം. കേരളത്തിന്റെ തലസ്ഥാനത്തിന് മെൽബണും ദോഹയും ഒപ്പം അന്താരാഷ്ട്ര പുരസ്കാരം, അതും UN പുരസ്കാരം കിട്ടുമ്പോൾ ഒരു കൊച്ചു വാർത്തയായിട്ടൊതുങ്ങും. എന്നാൽ തിരുവനന്തപുരത്തിന് വേറെന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം വന്നിരുന്നെങ്കിലോ അത് വലിയ വാർത്തയായിട്ട് വരും. അല്ലേ? വലിയ വാർത്തയായിട്ട് വരും. അങ്ങനെയല്ലേ നമ്മൾ കാണണ്ടേ? പാലക്കാട് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ തിരുവനന്തപുരത്തിനുണ്ടായ മാറ്റം, കൊച്ചിക്കുണ്ടായ മാറ്റം, തൃശ്ശൂരിനും കോഴിക്കോടിനും ഉണ്ടായ മാറ്റം, ഇതെല്ലാം നമ്മൾ കാണണം. LDFന്റെ നഗരസഭകൾ ഭരിക്കുന്ന, LDFന്റെ ഭരണസമിതികൾ ഭരിക്കുന്ന നഗരസഭകളാണ്. കൊച്ചി, ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായി. അന്ന് ഞങ്ങൾ പറഞ്ഞു ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും. മാറ്റിയല്ലോ. ബ്രഹ്മപുരം ഇന്ന് പഴയ ബ്രഹ്മപുരമാണോ? അല്ല. കൊച്ചി പഴയ കൊച്ചിയാണോ? അല്ല. മാലിന്യ പ്രശ്നത്തെ വലിയൊരളവിൽ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. പാലക്കാടിന്റെ സ്ഥിതി എന്താ? ചീഞ്ഞു നാറുകയാണ് തെരുവുകൾ. അല്ലേ? വഴിയരികിൽ മുഴുവൻ മാലിന്യമാണ്. ആ മാലിന്യം പാക്കറ്റ് കടിച്ചു വലിച്ച് പട്ടി റോഡിന് കുറുകെ ഓടുമ്പോഴായിരിക്കും ബൈക്ക് വരുന്നത്. ആ ബൈക്ക് പട്ടിയിൽ ഇടിച്ച് മറയും. ഇതൊക്കെ പതിവാണ്. പാലക്കാട് നഗരത്തിലെ പതിവ് കാഴ്ചകളാണ്. ഇതാണ് വ്യത്യാസം. LDFും UDFും BJPയും ഒക്കെ ഭരിക്കുമ്പോൾ വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ വികസന മുന്നേറ്റത്തിന് കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായി LDFന്റെ നേതൃത്വത്തിൽ, സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റത്തിനൊപ്പം നമുക്ക് പാലക്കാടിനെ എത്തിക്കണം. അതിനേറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ, ഉന്നത വിദ്യാഭ്യാസമുള്ള കഴിവുള്ളൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ മത്സരിപ്പിക്കുകയാണ്. സാധാരണ നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടറോട് എന്താ പറയുക? ഡോക്ടറെ, എല്ലാം ഡോക്ടറെ കയ്യിലാണ്. അല്ലേ? ഞാനൊരു 3-4 മാസം മുമ്പ് അമ്മയ്ക്ക് സുഖമില്ലാതായി, സീരിയസ് ആയിട്ട് ആസ്പത്രിയിലായി.
അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എല്ലാം ഡോക്ടർ പറയുന്ന പോലെ ഡോക്ടറുടെ കയ്യിലാണെല്ലാം, ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, മിടുക്കനായ, പ്രഗത്ഭനായ, കഴിവുറ്റ ഒരു ഡോക്ടറെ ഈ പാലക്കാട്ടെ ജനങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ജയിപ്പിച്ച് തിരിച്ചു തന്നാൽ ഈ പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാൻ LDF സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ടാകും. അടുത്ത 1.5 കൊല്ലം ഡോക്ടർ സരിൻ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ സർക്കാരിന് 140 മണ്ഡലങ്ങളുടെ കൂട്ടത്തിലൊരു മണ്ഡലമായിരിക്കില്ല പാലക്കാട്, 140-ൽ 1-ാമത്തെ മണ്ഡലമായിരിക്കും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സഖാവ് സരിനെ, ഡോക്ടർ സരിനെ സ്റ്റെതസ്കോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.